കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 103-ാം ഖണ്ഡികയിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. സഭ വിശുദ്ധ ഗ്രന്ഥത്തെ കർത്താവിൻ്റെ ശരീരത്തെ എന്ന പോലെ എക്കാലവും ആദരിച്ചിരുന്നു. കാരണം ദൈവവചനത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും ഏകമേശയിൽ നിന്ന് നിരന്തരം സ്വീകരിക്കുന്ന ജീവൻ്റെ അപ്പം വിശ്വാസികൾക്ക് അനവരതം നൽകുന്നതിൽ നിന്നും സഭ ഒരിക്കലും വിരമിക്കുന്നില്ല. 104-ാം ഖണ്ഡികയിൽ ഇപ്രകാരം വായിക്കുന്നു: വിശുദ്ധ ഗ്രന്ഥത്തിൽ സഭ നിരന്തരം തൻ്റെ പോഷണവും ശക്തിയും കണ്ടെത്തുന്നു. കാരണം വിശുദ്ധ ഗ്രന്ഥത്തെ വെറും മാനുഷിക വചനമായിട്ടല്ല സഭ സ്വീകരിക്കുന്നത്, പ്രത്യുത അത് യഥാർത്ഥത്തിലായിരിക്കുന്നത് പോലെ ദൈവവചനമായിട്ടാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളെ സന്ദർശിക്കാനും അവരോട് സംസാരിക്കാനും വരുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ നാം കയ്യിലെടുക്കുമ്പോൾ യേശുവിനെ തന്നെയാണ്, യേശുവിൻ്റെ ശരീരത്തെയാണ് നാം കയ്യിലെടുക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നമ്മെ സന്ദർശിക്കുകയും നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി നിരന്തരം നാം വിശുദ്ധ ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയൊരു അഭിഷേകം, അത് നാം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ദിവസവും വിശുദ്ധ ബൈബിൾ വായിക്കുവാനും ധ്യാനിക്കുവാനും ആ വചനം ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.